ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ പ്ലാവിലെ ചക്ക ഒരു ചക്ക എടുക്കാൻ കേട്ടോ. കാരണം ചക്കയിൽ ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ട്. ഇപ്രാവശ്യം ഒരു ചക്ക കിട്ടിയിരുന്നുണ്ട് ഇതിന് മുൻപ്. അപ്പോൾ അതിൽ ചെറിയ കേടൊക്കെ ഉണ്ടായിരുന്നു. പകുതി ഭാഗം കേട് വന്നു പോയി. ഞാൻ കാണിച്ചു തരാം എന്താ ചക്കയിൽ പ്രശ്നം എന്ന്. അത്യാവശ്യം ചക്കയുണ്ട് പ്ലാവിൽ കേട്ടോ. ഇത് ചെറിയ പ്ലാവാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ കണ്ടോ നിങ്ങൾ, ചക്കയിലുണ്ട് ചെറിയൊരു കറുത്തൊരു കുത്ത് പോലെ പൊട്ടി വരുന്നത് കണ്ടു. ഇങ്ങനെ വന്നിട്ട് അവസാനം പോയി ഈ ചക്ക പാകമാകുമ്പോൾ ഒരു ഭാഗം കേടുവന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ഒരു വിള്ളൽ പോലെ വരുന്നുണ്ട് ചക്കയിൽ. അപ്പം മൂപ്പാകുമ്പോൾ വരുന്നതെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഞാൻ ഒരു ചക്ക എടുക്കണം ആയിരുന്നു. ഏകദേശം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ചക്ക എടുത്തിട്ട് ഈ ചക്ക ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കോട മൂടിയതല്ല കേട്ടോ. അപ്പുറത്ത് ആരാ കരിയിലായിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പുക വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചക്ക നോക്കി ഒന്ന് എടുത്തിട്ട് ഇനിയിപ്പോൾ അത് കൊണ്ടുപോയിട്ട് വെട്ടണം. കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചക്ക മുറിക്കാൻ പോവുകയാണ് കേട്ടോ. ഒറ്റ വെട്ടിനെ കിട്ടുന്നതാണ് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് കേട്ടോ ഉള്ളിൽ. പച്ച ചക്ക ആയതുകൊണ്ട് മൂപ്പായിട്ടുണ്ട്. കത്തിയൊക്കെ അത്യാവശ്യം മൂർച്ചയുള്ള കത്തിയൊക്കെ തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് മുറിയാൻ ചെറിയൊരു പാട്. അവസാനം മുറിഞ്ഞ് കിട്ടിട്ടോ. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ള ചക്ക കേട്ടോ. അത് ചക്ക കേട്ടോ, അത്യാവശ്യം വലിയ വലിപ്പമുള്ള ചക്ക ഒന്നുമില്ല, ചെറിയ പ്ലാവായതുകൊണ്ട്. അപ്പോൾ ചക്കയുടെ ചുളയൊക്കെ ഊരിയെടുത്തിട്ടോ. അതിനെ കുരുവൊക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ചുള മാത്രമാക്കി ഒരു പകുതി മുറിച്ച് അതിൻ്റെ പകുതി എടുത്തിട്ടോ. ഒരു കാൽ ഭാഗം മാത്രം നമുക്ക് ചക്ക പൊരിക്കാൻ വേണ്ടിയുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്, സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചക്ക ചെറിയ പീസുകളാക്കുക കേട്ടോ. നമുക്ക് പൊരിക്കാനുള്ള പീസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് എന്നുണ്ടോ. അതുപോലെ പീസാക്കി എടുത്തിട്ടുള്ള ചെറിയ ചെറിയ പീസാക്കിയിട്ട് നീളത്തിലുള്ള. നല്ല ഉപ്പൊക്കെ നല്ല അതിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പീസ് എടുത്ത് വെറുതെ കഴിച്ചു നോക്കി. നമുക്ക് പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതാണ്. ഇതിൽ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ, ചെറുതായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്ത് നമുക്ക് പൊരിച്ചെടുക്കട്ടെ. കുറച്ച് എടുത്തിട്ട് അതിന് വേണ്ടി ഞാനൊരു കയ്യിലും എടുത്തിട്ടുണ്ട്, കോരി എടുക്കാൻ വേണ്ടി ഞാനായിരുന്നു. ഇത് പിന്നെ ക്യാമറ എടുക്കാനൊന്നും വേറെ ആളില്ല കേട്ടോ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പൊരിക്കലും ക്യാമറ എടുക്കലും എല്ലാം കൂടി ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ ചക്കപ്പൊരി. ഇതാണ് കേട്ടോ. എന്താ അവിടെ പൊരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇളക്കി വെക്കുക. ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ പിടിക്കണം. ഇത് നമ്മൾ ചക്കപ്പൊരി റെഡി ആയി കൊണ്ടുപോകാം. നമ്മൾ കുറച്ചുകൂടി പൊരിക്കാനുണ്ട്, ലേശം കൂടി പൊരിക്കാനുണ്ട്. പിന്നെ അത് കഴിച്ച് കാണിച്ചിട്ടോ. ഒരു മിനിറ്റ്. ഇതുണ്ടോ, നല്ല ക്രിസ്പി ആകും. കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കാനുണ്ട്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. ഇത് കുറച്ച് മുളകും പൊടി ഇട്ടുകൊണ്ട് അവിടെ കുറച്ച് ചെറിയ എരിവുണ്ട്.
സൂപ്പർ സാധനം കേട്ടോ. വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ മാതിരി കാണാം. അതിലേക്കും ബൈ ബൈ.